നമുക്കിന്ന് ഇതുപോലെ വളരെ സ്പെഷ്യലായിട്ടൊരു അവിയൽ തയ്യാറാക്കിയാലോ. നമുക്ക് അരിഞ്ഞ പച്ചക്കറികളെല്ലാം കൂടെ ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഞാൻ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ലേശം അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ നല്ല ടേസ്റ്റാണേ. ലേശം അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറികളൊക്കെ എന്തൊക്കെയാണെന്നുള്ള മേളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് വേറൊരു ഫ്രൈ പാനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഈ കൊഞ്ച് ഒന്ന് നമുക്ക് വിരവി എടുത്തിട്ടുണ്ട്. ഇതിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ വെള്ളം ഒഴിക്കുന്ന വീഡിയോ ഇതിൽ റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. പിന്നെ നമ്മുടെ പ്രോൺസ് ഇവിടെ വെന്തിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൽ ശകലം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് നമ്മുടെ ഈ ഒരു അവിയലിലേക്ക് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രോൺസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. നമുക്ക് വീണ്ടും കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ലേശം തൈര് ഒഴിച്ചു കൊടുക്കാം. ലേശം കറിവേപ്പില കൂടിയിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അരപ്പൊക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ചെറിയ സിമ്മിലിട്ടൊന്ന് അടച്ച് വേവിക്കാം. ഇവിടെ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറന്നു പോകല്ലേ.